പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസിൽ നജീബ് കാന്തപുരത്തിന് ആശ്വാസം. തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. നജീബ് കാന്തപുരത്തിന്റെ വിജയം ചോദ്യം ചെയ്ത് LDF സ്ഥാനാർത്ഥി KP മുഹമ്മദ് മുസ്തഫ നൽകിയ ഹർജിയിലാണ് വിധി. സത്യം വിജയിച്ചുവെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. നമ്മുടെ MLA നജീബ് കാന്തപുരത്തിന് അദ്ദേഹത്തിനെതിരെ കൊടുത്തിട്ടുള്ള കേസിൽ നജീബ് കാന്തപുരത്തിന് അനുകൂലമായൊരു വിധി ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളൊരു ആശ്വാസം നമുക്ക് ഈ സന്ദർഭത്തിൽ ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. സത്യം വിജയിച്ചിരിക്കുന്നു, ജനാധിപത്യം വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് അതിനെക്കുറിച്ച് പറയുവാനുള്ളത്. വികസനപരമായിട്ടുള്ള കാര്യങ്ങളിലും നജീബ് കാന്തപുരം വലിയ തരത്തിൽ അവിടുത്തെ ജനങ്ങളെ സേവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. അപ്പം അതിനൊക്കെ കൂടിയുള്ളൊരു അംഗീകാരമായിട്ട് കൂടി ഈ കോടതി വിധിയെ നമുക്ക് കാണാവുന്നതാണ്. കോടതി വിധി ദൗർഭാഗ്യകരമെന്ന് CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്. ഈ സാങ്കേതിക കാരണത്താൽ ഒരു ജനാധിപത്യ അവകാശം, ഒരു പൗരൻ്റെ ജനാധിപത്യ അവകാശം നിഷേധിക്കപ്പെടുകയാണ്. ആ വോട്ട് ചെയ്തത് ചിലപ്പോൾ മുസ്തഫയ്ക്കാവാം, ചിലപ്പോൾ നജീബിനാവാം. ആർക്കാണ് വോട്ട് ചെയ്തത് എന്നുള്ളത് ആ ബാലറ്റ് പൊട്ടിക്കുമ്പോഴേ അറിയുള്ളൂ. പക്ഷെ അത് വളരെ ന്യായമായ ഒരു പൗരൻ്റെ ജനാധിപത്യ അവകാശമാണ് നിർഭാഗ്യകരമായി കോടതിയുടെ ഈ വിധിയിലൂടെ ഇല്ലാതായിട്ടുള്ളത്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് നിയമവിദഗ്ധന്മാരുമായിട്ടും പാർട്ടി നേതൃത്വമായിട്ടും അതുപോലെ സ്ഥാനാർത്ഥിയൊക്കെ ആയിട്ട് ആലോചിച്ച് ഉചിതമായ തുടർ നടപടികൾ സ്വീകരിക്കും. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, ലീഗിനെ സംബന്ധിച്ചും നജീബിനെ സംബന്ധിച്ചും വലിയ ആശ്വാസകരമായ വിധിയാണ് വന്നിരിക്കുന്നത്. എന്താണ് ഈ വിധിന്യായത്തിന്റെ ഉള്ളടക്കമായി അറിയാൻ കഴിയുന്നത്? വേണു, വിധിന്യായത്തിന്റെ ഉള്ളടക്കം, പൂർണ്ണമായ ഉള്ളടക്കം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. പക്ഷേ നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് KP മുസ്തഫ നൽകിയ ഹർജി തള്ളിയിരിക്കുന്നു ഹൈക്കോടതി. നജീബ് കാന്തപുരത്തിന്റെ ഹർജി ഹൈക്കോടതി നജീബ് കാന്തപുരത്തിന്റെ വിജയം ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് നിയമസഭാ സാമാജികനായി തുടരാം. KP മുസ്തഫ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ 340 പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിയില്ല എന്നുള്ളതായിരുന്നു. പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിട്ടിട്ടില്ല എന്നുള്ളതായിരുന്നു ഇതിന് കാരണമായി പറഞ്ഞത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി ഈ കേസിൽ കക്ഷിയായിരുന്നു എന്നോർക്കണം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂടി നിലപാട് ഈ കേസിനെ സ്വാധീനിച്ചിട്ടുണ്ട്, ഈ വിധിയെ സ്വാധീനിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് CS സുധയുടെ ബെഞ്ചാണ്, സിംഗിൾ ബെഞ്ചാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ വിധി പറഞ്ഞിട്ടുള്ളത്. നജീബ് കാന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്നതാണ് ആ വിധി. എന്തായാലും ഇതിൽ ഈ പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിട്ടിട്ടില്ല എന്നുള്ള കാരണം എന്നതടക്കമുള്ളവ ഈ KP മുസ്തഫയുടെ ആക്ഷേപങ്ങൾ അത് നിലനിൽക്കുന്നതല്ല എന്നൊരു പക്ഷേ കോടതി കണ്ടെത്തിയിട്ടുണ്ടാകണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ നിന്നും 38 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് നജീബ് കാന്തപുരം ജയിച്ചത്. അപാകതകൾ ചൂണ്ടിക്കാട്ടി സ്പെഷ്യൽ തപാൽ വോട്ടുകൾ ആ ഘട്ടത്തിൽ എണ്ണിയിരുന്നില്ല. ഉദ്യോഗസ്ഥൻ ബാലറ്റ് കവറിൽ ഒപ്പുവെച്ചില്ല എന്ന കാരണത്താലാണ് അത് എണ്ണാതിരുന്നത്. ഈ വോട്ടുകൾ അസാധുവാക്കിയതിനെതിരെയാണ് KP മുസ്തഫ കോടതിയെ സമീപിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഏതാണ്ട് 300-ലധികം വോട്ടുകൾ അത് തൻ്റേതായിരുന്നു, തനിക്ക് വിജയിക്കാൻ ആവശ്യമായ വോട്ടുകൾ അതിലുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു KP മുസ്തഫയുടെ വാദം. പക്ഷേ അത് വിലപ്പോയില്ല. അദ്ദേഹത്തിന്റെ ഹർജി തള്ളി. അദ്ദേഹത്തിന് മേൽക്കോടതിയെ സമീപിക്കാം. നജീബ് കാന്തപുരത്തിന് തൽക്കാലം നിയമസഭാ സാമാജികനായി തുടരാം. പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസിൽ ലീഗിന് ആശ്വാസവിധി ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നു. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.